നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഫ്ലവർ വേസ് ആണ് വിത്ത് പേപ്പർ ഫ്ലവേഴ്സ്. പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് ഇതുപോലെ എന്തൊക്കെ റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം. വെറുതെ അത് മണ്ണിലേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിനി പ്ലാസ്റ്റിക് അധികം ഉപയോഗിക്കാതിരിക്കുക. വീട്ടിലുള്ള ബോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ഐറ്റമാക്കി മാറ്റി ഷോക്കേസ് പീസൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായി വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് സോഡയുടെ ബോട്ടിലാണ്. നമ്മുടെ പെപ്സി, കൊക്കക്കോള അങ്ങനെയൊക്കെ പല ഡ്രിങ്ക്സിൻ്റെയും ബോട്ടിൽ നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് ഇവിടെ വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഫ്ലവർ വേസ് റെഡിയാക്കാം. അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാനിത് ഈ ഡിസൈനില്ലേ ഇവിടെ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ബോട്ടിലൊന്നും കട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിലൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനൊന്ന് നല്ലൊരു ലെവലായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ തരക്കേടില്ലാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്ട് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് ചെറിയൊരു സ്ട്രിപ്സായി കട്ട് ചെയ്തെടുക്കാം. അളന്നിട്ടൊന്നുമല്ല കട്ട് ചെയ്യുന്നത്, എങ്കിലും ഏകദേശം ഒരേ വിഡ്ത്തുള്ള സ്ട്രിപ്സായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടിയിലുള്ള ഈ പീസ് ഞാൻ ചെറിയ ചെറിയ സ്ട്രിപ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മുകളിലുള്ള ഈ പീസ് കൂടെ കട്ട് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ ബോട്ടിലിൻ്റെ 2 പീസും ചെറിയ ചെറിയ സ്ട്രിപ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്ട്രിപ്സ് ഇടവിട്ട് ഇതുപോലെ പുറത്തേക്ക് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ തെറ്റത്ത് നമുക്ക് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു പൊസിഷനിലാണ്, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഈ പൊസിഷനിലാണ് നമ്മൾ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ സ്ട്രിപ്പിൻ്റെയും അറ്റം നമുക്കിതുപോലൊന്ന് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസിൻ്റെ നടുവിൽ ഈ പീസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാതാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ മൂടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ നടുവിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റാൻഡും വേണം. ഇത് ഞാൻ മറ്റൊരു ബോട്ടിൽ കട്ട് ചെയ്താണ് സ്റ്റാൻഡാക്കുന്നത്. അതിന് മുൻപ് നമുക്കിതിൽ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഫ്ലവേഴ്സ് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതിന് സ്റ്റാൻഡ് ഉണ്ടാക്കാം. ഒരു ചെറിയ പീസ് സ്ക്വയർ എടുക്കുക. അതിനെ ഇതുപോലെ 4ആക്കി ഫോൾഡ് ചെയ്യുക. വീണ്ടും അതിൻ്റെ നടുവിലൂടെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഇതളിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? ഇനി ഇത് നിവർത്തുമ്പോൾ നമുക്കൊരു ഫ്ലവറായി കിട്ടും. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് ഞാൻ കുറച്ച് വലിയൊരു ഫ്ലവറാണ് നിങ്ങൾക്ക് കാണിക്കാൻ എടുത്തിട്ടുള്ളത്.
ഈ ഒരു ഷേപ്പിൽ എന്നാൽ കുറച്ച് സൈസ് കുറച്ചൊന്ന് ചെറുതായിട്ട് ഞാൻ ഒരുപാട് കളറിൽ പേപ്പർ വെച്ച് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്തു. ഞാൻ വീഡിയോ എടുത്തതാണ്, പക്ഷെ അത് റെക്കോർഡായില്ല. സിമ്പിളാണ്. ഇതുപോലെ ഗം അപ്ലൈ ചെയ്യുക, അവിടെ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്യുക. ഇതുപോലെ കംപ്ലീറ്റും ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി എല്ലാ ഫ്ലവറും ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിന് സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരുപാട് ഞാൻ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മറ്റൊരു ബോട്ടിൽ കട്ട് ചെയ്ത് അതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ടാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് വെച്ചത്, ബോട്ടിൽസിൻ്റെ 2 പീസും. അപ്പോൾ ഈ 2 പോർഷനും നമുക്ക് ഒന്നാക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അതിലേക്ക് ഈ ഫ്ലവർ വേസ്, ആദ്യം ഉണ്ടാക്കിയ ഫ്ലവർ വേസ് ഇറക്കി വെക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വേസ്റ്റ് ബോട്ടിൽ നിന്നും നമ്മൾ വളരെ മനോഹരമായൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുത്തു.